നെറ്റിയിൽ ഒരു ഉമ്മ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് അവസാനിക്കുന്നത്. അതിന് ഉപോദ്ബലകമായിട്ടുള്ള ചില തെളിവുകളും ഇലക്ട്രോണിക് എവിഡൻസും നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. 2009 അവർ അയച്ച ഇമെയിൽസ് ഉണ്ട്. ഇത്രയും ഭംഗിയായിട്ട് ഏറ്റവും മാന്യതയോടെ എന്നോട് പെരുമാറുന്ന മുകേഷ് ചേട്ടന് നന്ദി എന്ന് പറഞ്ഞു. നടനും MLA-യുമായ മുകേഷിനെതിരെ നടി ആരോപണങ്ങളുമായി എത്തുന്നു. അതിൽ ജാമ്യമില്ലാത്ത വകുപ്പിൽ മുകേഷിനെതിരെ കേസെടുക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ച് അത് പിന്നീടൊരു വലിയ തലവേദനയായി മാറുന്നു. MLA മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായ രീതിയിൽ പ്രതിപക്ഷ പാർട്ടി ഉയർത്തുകയും ചെയ്യുന്നു. CPM MLA ആയ മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമില്ല എന്ന് CPM നേതാക്കന്മാർ പറയുമ്പോൾ LDF-ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI-യുടെ നേതാക്കന്മാർ പറയുന്നത് മുകേഷ് രാജിവെച്ചേ മതിയാകൂ എന്നാണ്. CPI-യുടെ അഭിപ്രായം CPM-നെ അറിയിക്കുകയും ചെയ്തു. എന്നാലും CPM മുകേഷിനെ വിട്ടുകൊടുക്കുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ഈ അവസ്ഥയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൊല്ലത്ത് നടന്നാൽ ഇടതുപക്ഷത്തിന് ജയിക്കുവാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഈ സാഹചര്യത്തിൽ മുകേഷിനെ സംബന്ധിച്ച് ഇപ്പോൾ ആശ്വസിക്കാവുന്ന ചില വാർത്തകളാണ് പുറത്തു വരുന്നത്. 5 ദിവസത്തേക്ക് അറസ്റ്റ് ചെയ്യേണ്ട എന്ന് കോടതി ഉത്തരവ് വരുന്നു. മുകേഷിനു വേണ്ടി കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് ജോപോൾ ചില നിർണായക വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. കോടതി ആർഗ്യുമെന്റ്സ് ഒന്നും പ്രഥമ ദൃഷ്ടിയെ അംഗീകരിച്ചിട്ടില്ല. കോടതി വിശദമായ വാദം കേൾക്കാൻ വേണ്ടിയിട്ട് 3-ാം തീയതിയിലേക്ക് കേസ് വെച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മൾ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടാണ് കോടതിയിൽ ഹർജി കൊടുത്തത്. ഈ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് 3-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞൊരു ഉത്തരവ് മാത്രമേ ആയിട്ടുള്ളൂ. അല്ലാതെ ഒരു ഇടക്കാല ജാമ്യം എന്നൊന്നും അതിനെ പറയാനില്ല. അത് 3-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞൊരു ഉത്തരവാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രാഥമികമായ വാദം എന്ന് പറയുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണെങ്കിൽ കൂടെ 15 വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ട് ഈ ആരോപണം ഉന്നയിക്കുന്നത്. അവർ ക്ലെയിം ചെയ്യുന്നത് അവർ നിയമവിരുദ്ധ ധാരണയാണെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, നിയമം അറിയാവുന്ന ഒരാൾ 15 വർഷം ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് ഇപ്പോൾ അവർ വെളിപ്പെടുത്തുമ്പോൾ അതിനെ സംശയത്തോടു കൂടി മാത്രമേ കാണാൻ പറ്റുള്ളൂ. നമ്പർ 1, ഒരാൾക്കെതിരെയല്ല, മറ്റ് 6 പേർക്കും കൂടെ 7 പേർക്കെതിരെയാണ് ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സിംഗിൾ ഇൻസ്റ്റന്റ് ഒരാൾക്കെതിരെയുള്ള ഒരു ആരോപണമല്ല, 7 ഒരു പറ്റം ആളുകൾക്കെതിരെയുള്ള ആരോപണമാണ്. അത് 2009 അവർ ചാനലുകളിലൊക്കെ പറഞ്ഞു 9 എന്നാണ്. അതിപ്പോൾ ഇതുവരെയുള്ള ഇത്രയും ദീർഘമായ ഒരു കാലയളവിലുള്ള ആരോപണങ്ങളാണ്. അത് എന്താണ് ഇത് ആരോപണങ്ങൾ ഡിലേ ആയതെന്നുള്ളത്, എന്തുകൊണ്ടാണ് ഈ ആരോപണങ്ങൾ ഇത്ര നാൾ പറയാതിരുന്നത്, വെളിപ്പെടുത്താതിരുന്നതെന്നൊക്കെ അവർ ബോധ്യപ്പെടുത്തേണ്ട ചുമതലയുണ്ടല്ലോ. മാത്രമല്ല, എൻ്റെ കക്ഷി എന്ന് പറയുന്നത് വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ളൊരു MLA ആണ്. അയാൾ നിയമത്തിൽ നിന്ന് ഓടി ഒളിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അയാൾ ഒരു സിനിമാ നടനാണ്. അപ്പോൾ അദ്ദേഹം ഒളിവ് പാർക്ക് അല്ലെങ്കിൽ ഒളിവിൽ പോകുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഒന്നുമില്ല. നമ്മൾ ഏത് അന്വേഷണമായിട്ടും സഹകരിക്കാനായിട്ട് പൂർണ്ണമായിട്ടും നമ്മൾ തയ്യാറാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് നാളെ ഏത് ദിവസം പോകാനും നമ്മൾ തയ്യാറാണെന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ നിലപാട്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ എനിക്ക് പല കാര്യങ്ങളും വെളിപ്പെടുത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഒരു വിക്ടിമിൻ്റെ മൊഴിയും അതിനകത്തുള്ള ഇൻട്രിക്കസീസൊക്കെ സബ്ജുഡീസ് ആയിട്ടുള്ള, പ്രത്യേകിച്ചും കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കാര്യത്തിൽ വെളിപ്പെടുത്തുന്നതിൽ ഒരു സാങ്കത്യ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അത്തരം മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട കാര്യമില്ല, ഞാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, പ്രഥമ ദൃഷ്ട്യാ സംശയം തോന്നാവുന്ന ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ 4 ദിവസത്തെ അറസ്റ്റ് തടഞ്ഞതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. കാരണം ഇമ്മീഡിയറ്റ് ആയിട്ട് നടന്ന ഒരു റേപ്പിൻ്റെ വിക്ടിമിനെയോ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിയോ പരിശോധിച്ച് അതിൻ്റെ മെഡിക്കൽ എവിഡൻസ് ഒന്നും കളക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഒന്നും ഈ കേസിനകത്തില്ല. ഒരു പ്രതിയെ കാണിച്ചു കൊടുത്ത് തിരിച്ചറിയേണ്ട സാഹചര്യമില്ല ഈ പ്രതി. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ഈ 4 ദിവസം അറസ്റ്റ് അല്ലെങ്കിൽ 5 ദിവസത്തെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല. അന്വേഷണ ഏജൻസിക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് അയാൾക്ക് കോടതിയിൽ ബോധ്യപ്പെടുത്താനുള്ള തെളിവുകളെ എത്തിക്കാനായിട്ട് അഭിഭാഷകനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലാണ് അവിടെ. ട്രിവാൻഡ്രത്തൊക്കെ നിങ്ങൾക്ക് അറിയാം, അവിടെ പ്രശ്നങ്ങളാണ്. അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അയാൾക്ക് ലോയറെ കാണാനോ തെളിവുകൾ ഹാജരാക്കാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു താൽക്കാലിക ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നേ ഉള്ളൂ. അത് പ്രഥമ ദൃഷ്ട്യാ വാദങ്ങൾ അംഗീകരിച്ച് കോടതി ജാമ്യം അനുവദിച്ചു എന്ന് തെറ്റിദ്ധരിക്കരുത്. പക്ഷേ 3-ാം തീയതി വരെ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. എൻ്റെ കക്ഷി പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നതും അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. കാരണം അതിന് ഉപോദ്ബലകമായിട്ടുള്ള ചില തെളിവുകളും ഇലക്ട്രോണിക് എവിഡൻസും നമ്മൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സ്വീകാര്യതയും മറ്റു കാര്യങ്ങളൊക്കെ കോടതി ഇനിയും പരിശോധിച്ച് വിലയിരുത്തി തീരുമാനത്തിലെത്തേണ്ടതാണ്.
അത് ഇപ്പം എവിഡൻസ് ആക്ട് പറയുന്ന പോലെയുള്ള തരത്തിലുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും അല്ല കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അഭിഭാഷകനുമായിട്ട് അയാൾ ബന്ധപ്പെട്ട അയാളുടെ തെളിവുകൾ അഭിഭാഷകനെ ഏൽപ്പിക്കാനും അത് കോടതിയെ സമർപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു ബ്രീത്തിങ് ടൈം അയാൾക്ക് കൊടുക്കുന്നത്. മാത്രമല്ല 2009 അവർ അയച്ച ഇമെയിൽസ് ഉണ്ട്. 2009 അവരയച്ച ഇമെയിൽസ് ഉണ്ട്. ആ ഇമെയിൽ നമ്മൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ആ ഇമെയിലൊക്കെ അവർ പറയുന്നത് മുകേഷിന് നന്ദി പറഞ്ഞിട്ട് ഇത്രയും മാന്യമായിട്ട് പെരുമാറി, ഇത്രയും ഭംഗിയായിട്ട് ഏറ്റവും മാന്യതയോടെ എന്നോട് പെരുമാറുന്ന മുകേഷ് ചേട്ടന് നന്ദി എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇമെയിൽ അയച്ചിട്ടുള്ളത്. സരിതയായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ ഞാൻ ഫോൺ ചെയ്ത് സംസാരിക്കട്ടെ, ഞാൻ ഇടപെടട്ടെ. അപ്പോൾ ഷീ ഈസ് നോട്ട് എ സ്ട്രേഞ്ചർ. ഈ പറയുന്ന ആളല്ല. ആ ഇമെയിലിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ മെയിലിൽ നിന്ന് അവരുടെ എന്താ പറയുക പേരിനോട് കൂടിയുള്ള hotmail.com എന്ന് പറയുന്ന ഐഡിയിൽ നിന്നും മുകേഷിൻ്റെ ഐഡിയിലേക്ക് അയച്ചതാണ്. ഇതൊക്കെ എന്താ പറയുക തെളിവുകളാണ്, ഇലക്ട്രോണിക് എവിഡൻസസ് ആണ്. അല്ല, ഈ കേസിനാസ്പദമായ സംഭവം നടന്നുവെന്ന് ആദ്യം അവർ പറഞ്ഞു 2009. അവരുടെ ആദ്യത്തെ ഇന്റർവ്യൂ നോക്കൂ, 2009 എന്നാണ് അവർ പറഞ്ഞത്. അവരെന്നവർ നമ്മളെ ഇന്നലത്തെ പ്രസ്താവനയ്ക്ക് ശേഷം അവർ മാറ്റി പറയരുത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ തെളിവുകൾ നമുക്ക് പബ്ലിക് ഡൊമൈനിലേക്ക് കൊടുക്കാൻ നമുക്ക് മടിയുള്ളത്. മനസ്സിലായില്ലേ? FIR ഞാൻ കാണുകയുണ്ടായി. FIR ജില്ലാ കോടതി സീൽഡ് കവറിലാണ് സൂക്ഷിക്കുന്നത്. അതിൻ്റെ പ്രത്യേകിച്ചും വിക്ടിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വകാര്യത ഉറപ്പാക്കേണ്ട ചുമതല നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എനിക്കുമുണ്ട്, നിങ്ങൾക്കും ഉണ്ട്, കോടതിക്കും ഉണ്ട്. അതുകൊണ്ട് അത് ലീക്ക് ഔട്ട് ചെയ്യാതിരിക്കാനായിട്ട് അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പിക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും അത് പുറത്ത് പറയാതിരിക്കേണ്ടത് എൻ്റെ മാന്യതയാണ്. 438 കൺകറന്റ് ജൂറിസ്ഡിക്ഷനാണ്. ആൻറ്റിസിപ്പേറ്ററി ബെയിലിനുള്ള അധികാരം ജില്ലാ കോടതിക്കും ഹൈക്കോടതിക്കും കൺകറന്റ് ആയിട്ടാണല്ലോ. താഴെ കോടതി തള്ളിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതി പോകാനുള്ള ഒരു ഓപ്ഷൻ നിലനിൽക്കെ ആ ഒരു ഓപ്ഷൻ ഇല്ലാണ്ടാക്കേണ്ട കാര്യമില്ല. ലോവസ്റ്റ് ഫോറത്തിൽ പോകുന്നതാണ് ശരി എന്ന പക്ഷത്തിലാണ് നമ്മൾ സെഷൻസ് കോടതി പോയത്. അറസ്റ്റ് ഭയന്നിട്ടല്ല, അങ്ങനെ എത്തിപ്പറ്റാൻ പോലും പറ്റുന്നില്ല. അയാൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഫോണിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഫിസിക്കലി തരേണ്ട കാര്യങ്ങൾ തരാൻ പറ്റുമോ? ഫിസിക്കലി ഏൽപ്പിക്കേണ്ട കാര്യങ്ങൾ തരണം എന്നുണ്ടെങ്കിൽ നേരിട്ട് കാണണ്ടേ? ഫോണിൽ കൂടെ പറയാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ഇൻവെസ്റ്റിഗേഷനിലിരിക്കുന്ന ഒരാളുടെ ഫോണിൽ നിന്നും സംസാരിക്കുന്ന അവർ ചിലപ്പം ചോർത്തെടുത്തെന്നിരിക്കാം. അപ്പോൾ അതുമാത്രമല്ല, ഇപ്പോഴും അയാൾ മുകേഷിന്റെ ഫോണിൽ നിന്നും സംസാരിക്കുന്നു എന്നുള്ളത് തന്നെ അയാൾക്ക് ഒന്നും മറച്ചു വെക്കാനില്ല എന്നും അയാൾ ഒളിച്ചോടുന്നില്ല എന്നുള്ളതിന് തെളിവല്ലേ? സാധാരണ നമ്മൾ ക്രിമിനലുകൾ കാണുന്നത് എന്താ? ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് ഏതെങ്കിലും നാട്ടിലേക്ക് കടന്നു കളയാം. ഇയാൾ അബ്സ്കോണ്ട് ചെയ്തിട്ടില്ല. ഹീ ഈസ് വെരി മച്ച് അവൈലബിൾ. അയാൾ എങ്ങും പോയിട്ടില്ല. അയാൾ ഹീസ് അവൈലബിൾ. തർക്കം എന്താ? എവിടെ? അതെന്തിനാ ഞാൻ പറയണത്? മുകേഷിന്റെ അഡ്രസ്സിലുണ്ട്, വിലാസത്തിലുണ്ട്. ഞാൻ മുകേഷുമായിട്ട് ഇന്ന് പലകുറി ഫോണിൽ സംസാരിച്ചതാണ്. മുകേഷ് എങ്ങും ഒളിച്ചു പോയിട്ടില്ല. മുകേഷ് ഏതൊരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പാകെയും കോടതി കൽപ്പിക്കുന്ന ഏത് സമയത്തും പോകാനായിട്ട് തയ്യാറാണ്. ഇതിനകത്ത് ഇയാളെ കുറ്റവിമുക്തനാക്കുകയല്ലേ ചെയ്തേക്കണത്? അങ്ങനെ പറയല്ലേ? 2010 നടന്ന ഒരു സംഭവത്തെ കുറിച്ച് 2014 ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു സംശയം തോന്നും. അതിന്റെ സത്യസ്ഥിതിയെ കുറിച്ചിട്ടൊരു സംശയം തോന്നാം, ഇല്ലേ? സാധാരണഗതിയിൽ ഒരു നിയമവിരുദ്ധ ധാരണയെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീക്ക് നേരെ ഇത്തരത്തിലൊരു കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇമ്മീഡിയറ്റ്ലി അതിനോട് പ്രതികരിക്കണ്ടേ? അവരൊരു അമ്മയായിരുന്നു, അവരൊരു ഭർത്താവുണ്ടായിരുന്നു. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒരു പൊട്ടിയായിട്ടുള്ള റസ്റ്റിക് ആയിട്ടുള്ള ഒരു വില്ലേജറോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. വലിയ സ്ഥാപനം, വിദേശത്ത് ജോലി ചെയ്യുന്ന വലിയ വിദ്യാഭ്യാസമുള്ള നല്ല ബന്ധങ്ങളുള്ള ഒരു സ്ത്രീയായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ഇൻഡസ്ട്രിയിലെ വളരെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളുകൾക്കെതിരെ ഒത്തിരി ആരോപണങ്ങളും പരാതികളും വിളികളും ഫോൺ വിളികളും ശല്യങ്ങളും. ഇന്ന് ഈ ഓർഡർ വന്നതിന് ശേഷം എനിക്ക് 150 കോൾ വന്നിട്ടുണ്ടാവും. ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറയുന്നത് ഇത് ചില കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഇതിന് പുറകെ മാത്രം പോകാനേ സമയം ഉണ്ടാവുള്ളൂ. അല്ല, ബ്ലാക്ക് മെയിൽ എന്ന് പറഞ്ഞാൽ ഹി ഹാസ് നോട്ട് റെസ്പോണ്ടഡ് ടു ഇറ്റ്. അദ്ദേഹം അതിന് റെസ്പോണ്ട് ചെയ്തില്ല, അതുകൊണ്ട് അവിടെ തീർന്നില്ലേ? അതിനുശേഷം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം എനിക്ക് കോൺഫിഡൻസ് വന്നുകൊണ്ട് 1.5 വർഷത്തിന് ശേഷമല്ലേ അവസാനം അവരുടെ മൊഴി വരുന്നത്. വേർ വാസ് ഷീ? 2009 മുതൽ ഇന്ന് നമ്മൾ 2024 നിൽക്കുന്നത്. താങ്ക് യു എന്ന് പറയുന്നുള്ള മെയിലാണ് മാർച്ച് 7, 2009 ആ മെയിലിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഐ വാസ് ഓൾസോ ബിസി. അത് കഴിഞ്ഞിട്ട് അവർ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ദാറ്റ് യു ആർ സോ ഡീസന്റ് ആൻഡ് കൈൻഡ് ഹാർട്ടഡ് ടു മീ എന്ന് പറഞ്ഞിട്ട് അയച്ച യു ആർ സോ ഡീസന്റ് ആൻഡ് കൈൻഡ് ഹാർട്ട്. അവർ അവരുടെ ഒരു മീറ്റിങ്ങിനെ കുറിച്ചിട്ട് പറയണേ, ഒരു മീറ്റിങ്ങിനെ കുറിച്ചിട്ട് പറയണത്. അത് കഴിഞ്ഞിട്ട് അത് അവസാനിപ്പിക്കുന്നത് നെറ്റിയിൽ ഒരു ഉമ്മ തരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് അവസാനിക്കുന്നത്. പീഡിപ്പിച്ച ഒരാൾക്ക് ഉമ്മ കൊടുത്തിട്ടാണോ നമ്മൾ സാധാരണ? പ്ലീസ് ഡോണ്ട് ആസ്ക് മീ മൈന്യൂട്ട് ഡീറ്റെയിൽസ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തരത്തിലൊരു ബന്ധമില്ല എന്നുള്ളതല്ല. അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവര് ആരോപിക്കുന്ന തരത്തിൽ ഒരു ബന്ധമായിരുന്നില്ല എന്നുള്ളതല്ലേ അത് കാണിക്കുന്നത്. മുകേഷും ലൈംഗികാരോപണം നടത്തിയ നടിയും തമ്മിൽ യാതൊരു മോശമായ ബന്ധവും ഇല്ല എന്നും
നിയമത്തിന് നിരക്കാത്തതായി ഒന്നും തന്നെ മുകേഷ് ചെയ്തിട്ടില്ല എന്നുമാണ് അഭിഭാഷകൻ പറയുന്നത്. മുകേഷിനോട് മാന്യമായ രീതിയിലുള്ള ബന്ധം തന്നെയായിരുന്നു ആ സ്ത്രീക്കുണ്ടായിരുന്നത്, അല്ലെങ്കിൽ മുകേഷിന് അത്തരത്തിലായിരുന്നു കുറ്റാരോപിതരുണ്ടായിരുന്ന ബന്ധമെന്നും അഭിഭാഷകൻ പറയുന്നു. അത് തെളിയിക്കുന്ന ഇലക്ട്രോണിക് എവിഡൻസുകൾ കോടതിയിൽ ഹാജരാക്കിയെന്നും കുറ്റാരോപിത തന്നെ ലൈംഗികപരമായി ആക്രമിച്ചു എന്ന് പറയുന്ന സമയങ്ങളിൽ അവർ തമ്മിൽ ആശയവിനിമയം നടത്തിയ ഇമെയിൽ സന്ദേശവും കോടതിയിൽ ഹാജരാക്കി എന്ന് അഡ്വക്കേറ്റ് ജോ പോൾ വ്യക്തമാക്കുമ്പോൾ വരും ദിവസങ്ങളിൽ കോടതിയിൽ നടക്കുവാൻ പോകുന്ന വാദപ്രതിവാദങ്ങളിൽ മുകേഷ് എന്ന MLA-യുടെ രാഷ്ട്രീയ ഭാവി മാത്രമല്ല, ഒരു നടൻ്റെ സുവർണ കാലഘട്ടം കൂടി പൊലിഞ്ഞു പോകുമോ ഇല്ല തിരിച്ചു കിട്ടുമോ എന്ന് കണ്ടറിയേണ്ടതായുണ്ട്.